ആ ഒരു വാക്കാണ് അപ്പോൾ ഞാൻ സംവിധായകനായേക്കാം എന്ന് തീരുമാനിക്കാൻ കാരണം. മമ്മൂക്ക ബ്ലണ്ടായിട്ട് പറഞ്ഞു, നിൻ്റെ കിട്ടുന്ന കഥയിലെ നായകൻ എൻ്റെ ചായയാണെങ്കിൽ ഞാൻ അഭിനയിക്കാം. പക്ഷെ ഞാൻ അപ്പോഴത്തെ ഒരു ഇൻസ്റ്റിങ്ക്റ്റിൽ ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. മദ്രാസിലെ ജീവിതവും ദാരിദ്ര്യവും ഒക്കെ ആയിട്ട് ഇങ്ങനെ മെലിഞ്ഞുണങ്ങി ഒരു പെൻസിൽ പോലത്തെ ഒരു കവളൊക്കെ കിട്ടിയ ഒരു ചെക്കൻ. പക്ഷെ ആ സിനിമ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി. ശ്രീനേട്ടൻ പറഞ്ഞു, നിങ്ങളെൻ്റെ ഫ്രണ്ട്സാണ്, പക്ഷെ ഒരു സിനിമ എഴുതണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ സംവിധായകൻ ആരാണെന്ന് നോക്കിയിട്ടാണ്. അവരൊരു ഭയങ്കര എക്സോബിറ്റൻ്റ് ആയിട്ടുള്ളൊരു എമൗണ്ട് ആവശ്യപ്പെട്ടു, ശമ്പളം. അപ്പോൾ അവരതിന് മുമ്പ് അഭിനയിച്ച സിനിമയിലെ സാലറീന് ഒരു 4 ഇരട്ടിയാണ് അവർ ചോദിച്ചത്. ഞാൻ ഈ ആളുകൾക്ക് മുഴുവൻ ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല സിനിമയിൽ, എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ടാണ്. വൺ സ്റ്റോറിയിൽ ലാൽ ജോസാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്. ലാൽ ജോസിനെ കുറിച്ചൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മലയാളത്തിന് ഒത്തിരി നല്ല ചിത്രങ്ങൾ, എല്ലാം സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചു. 36-ലധികം ചിത്രങ്ങളാണ്. ഇനിയും ഏറ്റവും മികച്ച ചില സിനിമയുടെ പണിപ്പുരയിൽ കൂടിയാണ് ലാൽ ജോസ്. നമസ്കാരം. നമസ്കാരം. വൺ സ്റ്റോറിയിലേക്ക്. താങ്ക് യു. അപ്പോൾ വൺ സ്റ്റോറി എന്ന ആ ഒരു പോഡ്കാസ്റ്റിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ സ്റ്റോറി ടെല്ലിങ്ങിലാണ് ലാൽ ജോസ് ഒരുപക്ഷെ മലയാളികളെ ഭ്രമിപ്പിച്ചത്. ശരിക്കും ആ സ്റ്റോറി ടെല്ലിങ് എങ്ങനെ പറയാൻ, ഇത്രയും മനോഹരമായിട്ട് കഥ പറയാനും അത് ആസ്വദിക്കാൻ വലിയ പ്രേക്ഷക ലക്ഷങ്ങൾക്ക് പല സ്വഭാവത്തിലുള്ള കഥകൾ, അതെങ്ങനെയാ ആ ഒരു ഇത് കിട്ടിയെന്നുള്ളതാണ്. ഇപ്പോൾ കുടുംബ പശ്ചാത്തലമൊക്കെ ആയി ചിലപ്പം വരേണ്ടി വരും. കുടുംബ പശ്ചാത്തലത്തിൽ ഞങ്ങൾ സിനിമക്കാരും ഇല്ല, സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല. എൻ്റെ പാരൻസ് ടീച്ചേഴ്സായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ടീച്ചേഴ്സായിരുന്നു. ഫാദറിൻ്റെ സിബ്ലിങ്സ് എല്ലാവരും ടീച്ചേഴ്സായിരുന്നു. അങ്ങനെ ഒരു അധ്യാപക കുടുംബമാണ്. അപ്പം ആ മാർഗത്തിൽ നിന്ന് മാറിയ ഒരാൾ ഞാനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ അധ്യാപക പാരമ്പര്യത്തിൽ നിന്ന് ഈ വിശദമായി പറഞ്ഞു കൊടുക്കാനുള്ളൊരു സാധനം അതിന് നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. കാര്യങ്ങൾ വിശദമാക്കി പറയാമെന്ന് പറയുന്നത്. പിന്നെ സ്റ്റോറി ടെല്ലിങ്, ബേസിക്കലി ഞാനൊരു സ്റ്റോറി ടെല്ലറാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എനിക്ക് കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെറുപ്പത്തിലൊക്കെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ കളിക്കാനൊന്നും വിടില്ലായിരുന്നു, പുറത്ത് കളിക്കാനൊന്നും വിടില്ല. അപ്പം വായന മാത്രമായിരുന്നു ഒരു ആശ്രയം. അപ്പം മറ്റു കുട്ടികളൊക്കെ മൈതാനങ്ങളിൽ ഓടി പാഞ്ഞ് കളിക്കുമ്പോൾ നമ്മൾ ഒരു മൂലയിലിരുന്ന് പുസ്തകങ്ങളുടെ നടുവിലായിരുന്നു. അപ്പോൾ ആ വായന ഭയങ്കരമായിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ പല തരത്തിലുള്ള സെലക്റ്റീവായിട്ട് വായിക്കുന്ന ആളല്ല, കയ്യിൽ കിട്ടുന്ന എന്തും വായിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അത് പിൽക്കാലത്ത് സിനിമയിൽ വന്നപ്പോൾ അത് ഉപയോഗപ്പെട്ടു. പിന്നെ എനിക്ക് ആളുകളുമായിട്ട് സംസാരിക്കാനും ഇഷ്ടമായിരുന്നു, ആളുകൾ പറയുന്ന കഥകൾ കേൾക്കാനും ഇഷ്ടമായിരുന്നു. അപ്പോൾ ആളുകളെ കൊണ്ട് സംസാരിപ്പിക്കലായിരുന്നു എൻ്റെ ഒരു മെയിൻ പരിപാടി. ഞാൻ സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ ആളുകളെ കൊണ്ട് സംസാരിപ്പിക്കുന്ന ഒരു ജോലി ചെയ്തേനെ. അപ്പോൾ വായനയോടൊപ്പം തന്നെ സിനിമയും ചെറുപ്പകാലത്തിലൊക്കെ കാണാനുള്ള താല്പര്യവും മറ്റൊക്കെ ഉണ്ടായിരുന്നു. അതെ, സിനിമ കാണുക, പുസ്തകങ്ങൾ വായിക്കുക, ചെറിയ ചെറിയ യാത്രകൾ സ്വന്തമായിട്ട് വീട്ടുകാരെ അറിയാതെ നടത്തുക, അതൊക്കെയായിരുന്നു. രാവിലെ കോളേജിലേക്കെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് കോളേജിൽ നിന്ന് തിരിച്ചെത്തുന്ന സമയത്തിനുള്ളിൽ നടത്താവുന്ന യാത്രകളൊക്കെ നടത്തുമായിരുന്നു. ഈ വളരെ രസകരമായിട്ടുള്ള ചില പേരുള്ള സ്ഥലപ്പേരുള്ള ബസ്സിൻ്റെ ബോർഡ് കാണുമ്പോൾ ആ ബസ്സിൽ കയറിയിട്ട് ആ സ്ഥലത്തേക്ക് പോകും. വെറുതെ അതെന്താണ് അവിടെ കാണാനുള്ളതെന്ന് അറിയാനുള്ളൊരു കൗതുകത്തിലാണ്. ഒന്നും ഉണ്ടാവില്ല. ഒരു പഴമ്പാലക്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലം, ആ സ്ഥലത്തേക്കുള്ള ബോർഡ് വെച്ചിട്ടുള്ളൊരു ബസ്സിൽ ഒരു പ്രാവശ്യം കയറി. അങ്ങനെ ഈ പഴമ്പാലക്കോട് പോയി ഇറങ്ങി. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒന്നുമില്ല, ഒരു പെട്ടിക്കടയും ഒക്കെ ഒരു ബസ് സ്റ്റോപ്പും മാത്രമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ പെട്ടിക്കടയിൽ ചെന്നിട്ട് ചോദിച്ചു, ഇവിടെ എന്തെങ്കിലും കാണാനുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ വല്ല മഹാന്മാരായിട്ടുള്ള ആൾക്കാരും ജീവിക്കുന്നുണ്ടോ? അപ്പോൾ അയാൾ കുറച്ച് നേരം നോക്കിയിട്ട് പറഞ്ഞു, നിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ ഒറ്റപ്പാലാണ്. ഒറ്റപ്പാലത്തുകാരൻ എന്താണ് പഴമ്പാലക്കോട് കാര്യം? ഇവിടെ ഒരു പ്രത്യേകതയില്ല, നീ അടുത്ത വണ്ടിക്ക് തിരിച്ചു പോയില്ലെങ്കിൽ ഞാൻ ഇവിടെ പോലീസുകാരെ വിളിച്ച് പറയും
നിൻ്റെ പാരൻസിനെ അറിയിക്കും. അപ്പോൾ ഞാൻ അടുത്ത ബസ്സിൽ വണ്ടിയിൽ തിരിച്ച് ഒറ്റപ്പാലത്തേക്കാണ് വന്നത്. അപ്പോൾ അത്തരം ചെറിയ ചെറിയ യാത്രകളും അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ലോകം. ഇപ്പോൾ അധ്യാപകരാണ് രക്ഷിതാക്കൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായ ഒരു ഡിസിപ്ലിൻ, ചിട്ടവട്ടങ്ങൾ, അത് മാത്രമല്ല ഒരു പിന്നെ അക്കാദമിക്കലായിട്ടും അതോടൊപ്പം തന്നെ ഇത് കുട്ടി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിൽ കുറച്ചും കൂടി നിഷ്ഠ അവർക്കുണ്ടാവും. അതൊരു എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഡോക്ടർ എന്നൊക്കെ അർത്ഥത്തിലേക്ക് മോൾഡ് ചെയ്തെടുക്കാനുള്ള താല്പര്യം ഉണ്ടാവും. എന്നിട്ടും പിന്നെയും ലാൽ ജോസ് അതിനെ വിട്ടിട്ട് സിനിമയുടേതാണ് എൻ്റെ വഴിയെന്ന് എങ്ങനെ കണ്ടെത്തി? ബേസിക്കലി എനിക്ക് ഒരു ലക്ഷ്യമില്ലാത്ത ഒരാളായിരുന്നു. ഞാനൊരു വേഗബൗണ്ടെന്നോ അല്ലെങ്കിൽ ഒരു അപ്പൂപ്പന്താടി പോലെ ആയിരുന്ന ഒരാളാണ്. അപ്പം ഓരോ കാലത്തും ഓരോ താല്പര്യങ്ങളായിരുന്നു. ചെറുപ്പത്തിൽ ഡ്രൈവറാവണമെന്നായിരുന്നു ആഗ്രഹം. അത് കഴിഞ്ഞിട്ട് പിന്നെ പോലീസുകാരനായാൽ കൊള്ളാൻ തോന്നി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയാൽ കൊള്ളാൻ തോന്നി. കാരണം അയാൾക്ക് ബൈക്കിൽ ഇങ്ങനെ നടക്കാമല്ലോ. അപ്പോൾ അവരുടെ ബാഗൊക്കെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആവണമെന്ന് ആഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ പല ജോലികളിൽ ഞാൻ എന്നെ മനസ്സുകൊണ്ട് പ്ലേസ് ചെയ്ത് അതൊന്നും ശരിയാവില്ല. എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ബോറടിക്കും, ആൾക്കാരെയും ബോറടിക്കും, സ്ഥലങ്ങൾ ബോറടിക്കും. അപ്പോൾ ഒരു സ്ഥിരമായിട്ടൊരു ഓഫീസിലൊക്കെ ഒരു 50 കൊല്ലമൊക്കെ 36 കൊല്ലം 40 കൊല്ലമൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും റെസ്പെക്റ്റ് തോന്നിയിട്ട്. എങ്ങനെ ഇത് സാധിക്കണം? ഒരേ ആൾക്കാരെ കണ്ട് ഒരേ കാര്യങ്ങൾ റിപ്പീറ്റഡ്ലി ചെയ്തിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കൂലേ അവിടെ വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. എൻ്റെ ഫാദർ ആഗ്രഹിച്ചിരുന്ന എന്നെ ഒരു എൻജിനീയർ ആക്കണം, അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മാത്തമാറ്റിക്സ് ടീച്ചറെങ്കിലും ആക്കണം. അപ്പോൾ ഇതൊക്കെ ട്യൂഷനൊക്കെ കിട്ടും. എൻ്റെ അപ്പച്ചൻ സോഷ്യൽ സ്റ്റഡീസ് ആൻഡ് ഇംഗ്ലീഷായിരുന്നു. അപ്പോൾ അപ്പച്ചന് ട്യൂഷൻ പിള്ളേരൊന്നുമില്ല. അമ്മ ഹിന്ദി ടീച്ചറായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് ട്യൂഷൻ ഉണ്ട്. അപ്പോൾ അപ്പച്ചൻ വിചാരിച്ചു ഇവനൊരു മാത്തമാറ്റിക്സ് മാഷാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവന് ട്യൂഷന് പിള്ളേരെ കിട്ടും. പക്ഷേ മാത്തമാറ്റിക്സ് എൻ്റെ ജീവിതവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു സാധനമാണ്. എനിക്ക് ഇഷ്ടമേ ഇല്ലാത്ത സാധനം. പക്ഷേ പ്രീ ഡിഗ്രിക്ക് തന്നെ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തിട്ട് മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയും ഉള്ള ഗ്രൂപ്പാണ് എടുപ്പിച്ചത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ എനിക്ക് മനസ്സിലായി ഇതെന്തായാലും നടപടിയാവാൻ പോകുന്നില്ല, എന്നാൽ ഉള്ള സമയം എൻജോയ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. കോളേജ് ശരിക്ക് ആ പ്രീ ഡിഗ്രി കാലം ശരിക്ക് പൊളിറ്റിക്സും കാര്യങ്ങളും നാടകവും കലാപ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ രസകരമായി. അതിൻ്റെ പരിണിതഫലം അവസാനം തോറ്റു, പ്രീ ഡിഗ്രി തോറ്റു. അപ്പം അപ്പച്ചന് ഭയങ്കര നിരാശയായി. അപ്പോൾ എൻ്റെ അടുത്ത് നീ എന്താണ് ഇങ്ങനെ ഒരു അധ്യാപകരുടെ മകനായിട്ട് ഇങ്ങനെ? ഞാൻ പറഞ്ഞ അധ്യാപകർ അതെ ഒരു രക്ഷയില്ല. അപ്പം അങ്ങനെ ഞാൻ അപ്പച്ചനറിയാതെ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് എനിക്കിഷ്ടം ഹിസ്റ്ററി ആയിരുന്നു. ഞാനിത് 3rd ഗ്രൂപ്പിലേക്കും മാറ്റി. എന്നിട്ട് ഒരു കൊല്ലം കൊണ്ട് ബാക്കി ആളുകൾ 2 കൊല്ലം കൊണ്ട് എഴുതി പാസ്സാവുന്ന സാധനം ഞാനൊരു 6 മാസം ഇത് ചെയ്ത് കിട്ടിയപ്പോൾ തന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ടുണ്ട്. 6 മാസം കഴിഞ്ഞ എക്സാമാണ്. അതിന് ഞാൻ ഒറ്റയടിക്ക് എഴുതി പാസ്സായി. 2 കൊല്ലത്തെ ഒരുമിച്ച് എഴുതി പാസ്സായി. അങ്ങനെ പിന്നെ ഡിഗ്രിക്ക് വീണ്ടും കയറി. അപ്പോൾ ആ സമയത്തൊന്നും ഞാൻ എന്താവണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല. ക്യാമ്പസ് ലൈഫ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. എല്ലാ തരത്തിലുള്ള ജീവിതവും കോളേജിൽ എൻജോയ് ചെയ്തു. അപ്പോൾ പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായി, ഞാൻ എക്കണോമിക്സ് ആയിരുന്നു ഡിഗ്രിക്ക്. എക്കണോമിക്സും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഹിസ്റ്ററി ബി എ ആണ് ആഗ്രഹിച്ചത്. പക്ഷേ ഒറ്റപ്പാലത്ത് ഹിസ്റ്ററി ബി എ ഇല്ലായിരുന്നു. അങ്ങനെ എക്കണോമിക്സ് എടുക്കേണ്ടി വന്നു. അപ്പോൾ അത് വീണ്ടും താല്പര്യമില്ലാത്തൊരു വിഷയം. പിന്നെ അത് എങ്ങനെയോ പാസ്സായി. അത് കഴിഞ്ഞിട്ട് ആണ് ഞാൻ മദ്രാസിലേക്ക് വരുന്നത്. പോകാനുള്ള കാരണം ഞാൻ ഈ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ നിന്ന് പൈസയൊന്നും കിട്ടില്ല. ഈ സിനിമ കാണാനുള്ള പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേരള കൗമുദിയുടെ ഒറ്റപ്പാലത്ത് കറസ്പോണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തു. അപ്പം ഒരു കോളം ന്യൂസ് എഴുതിയാൽ 10 രൂപ കിട്ടുള്ളൂ. ഒരു ഫോട്ടോയ്ക്ക് 12 രൂപ കിട്ടും. അപ്പോൾ എനിക്കൊരു ക്ലിക്ക് 3 ക്യാമറ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഫോട്ടോസൊക്കെ എടുക്കും. പക്ഷേ ഇത് പ്രിൻ്റ് ചെയ്യാൻ സ്റ്റുഡിയോയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ 12 രൂപ അവർ മേടിക്കും. അപ്പോൾ അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റുഡിയോയിൽ പാർട്ട് ടൈം ജോലിക്കാരനായിട്ട് ചേർന്നു, അസിസ്റ്റൻ്റായിട്ട്. അപ്പോൾ ഡിഗ്രിക്ക് ക്ലാസ് ഉച്ചവരെ ഉള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ഈ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്ത് രാഗം സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഒറ്റപ്പാലത്ത്. അപ്പോൾ അങ്ങനെ എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റിങ് അറിയായിരുന്നു. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് അപ്പച്ചൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ദുബായിൽ ജോലി ശരിയാക്കി. അപ്പോൾ അത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ജോലി. അപ്പോൾ ആഴ്ചയിൽ 3 ദിവസം ഫ്രീ ഉണ്ട്. അപ്പോൾ ആ 3 ദിവസം മാനുവൽ കളർ പ്രോസസ്സിങ് പഠിച്ചാൽ ആ 3 ദിവസം കൂടി ഇവിടെ ജോലി ചെയ്യാം
ആ കൊണ്ടുപോകുന്ന ഫ്രണ്ടിൻ്റെ വേറൊരു സുഹൃത്തിന് ലാബുണ്ട്, കളർ ലാബുണ്ട് ഇവിടെ. അങ്ങനെ അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെന്നൈയിലേക്ക് പോകുന്നത്. പക്ഷേ ചെന്നൈയിൽ ഞാൻ ചെന്ന് പെടുന്നത് ഈ സിനിമയിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്, അസിസ്റ്റൻറ്റ് സിനിമാറ്റോഗ്രാഫേഴ്സ്. അപ്പം കുടുംബം സമ്മതിച്ചിരുന്നു അപ്പോൾ യാത്രയും അതുകൊണ്ടുകൂടി ലാൽ ജോസ് രക്ഷപ്പെടുന്നോട്ട് അവർ കരുതിയോ? അവർ വിചാരിച്ച് ഞാൻ ദുബായിൽ പോകാൻ, അതിനെ പഠിക്കാൻ പോവാണല്ലോ, അതിനാണ് ഞാൻ പോയത്. അതുകൊണ്ട് വിട്ടാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ചെന്നൈയിൽ ഈ മാനുവൽ കളർ പ്രോസസ്സിംഗ് ഒന്നും പഠിപ്പിക്കുന്ന കോഴ്സൊന്നുമില്ല. സ്റ്റുഡിയോ വളരെ കുറച്ച് ആളുകൾക്ക് അത് അറിയുള്ളൂ. അവരത് ഒരു പ്രൊഫഷണൽ സീക്രട്ടായിട്ട് വെച്ചിട്ട് ആരെയും പഠിപ്പിക്കില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, കളർ പ്രോസസ്സിംഗ് ഒന്നും പഠിക്കാൻ പോകുന്നില്ലേ. അപ്പോൾ അവിടെ ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ ഫാക്ടറി ഇൻചാർജ് ട്രെയിനി ആയിട്ട് കിട്ടി, ജോലിക്ക് കയറി. അപ്പോൾ 500 രൂപയാണ് സ്റ്റൈപ്പൻ്റാണ്, 500 രൂപ കിട്ടുക. അതിൽ 50 രൂപ പ്രൊവിഡൻറ്റ് ഫണ്ട് പിടിക്കും. അത് 450 റുപ്യ കൊണ്ട് ജീവിക്കണം ഒരു മാസം. അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്, അസിസ്റ്റൻറ്റ് ക്യാമറാമാൻമാർ, അവരാണ് കണ്ടെത്തുന്നത് എനിക്കൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആവാനുള്ള യോഗ്യതയുണ്ടെന്ന്. അപ്പോൾ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു അസോസിയേറ്റ് ക്യാമറാമാനായിരുന്നു ശ്രീശങ്കർ. അദ്ദേഹം പിന്നീട് വലിയ ക്യാമറാമാനൊക്കെ. ശ്രീശങ്കറാണ് മ്യൂസിക് ഡയറക്ടർ രാജാമണി ചേട്ടനെ പരിചയപ്പെടുത്തുന്നതും രാജാമണി ചേട്ടൻ എന്നെ കമൽ സാറിനെ പരിചയപ്പെടുത്തിച്ചത്. കമൽ സാർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല കാലം. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്ന സിനിമയുടെ ലാബ് വർക്ക് മദ്രാസിൽ പ്രസാദ് സ്റ്റുഡിയോയിൽ നടക്കുന്ന സമയത്താണ് ഞാൻ അദ്ദേഹത്തെ പോയി കാണുന്നതും. അദ്ദേഹം ഈ മദ്രാസിലെ ജീവിതവും ദാരിദ്ര്യവും ഒക്കെ ആയിട്ട് ഇങ്ങനെ മെലിഞ്ഞുണങ്ങി ഒരു പെൻസിൽ പോലത്തെ ഒരു കവളൊക്കെ കിട്ടിയ ഒരു ചെക്കൻ വന്നിങ്ങനെ നിന്നപ്പോൾ ദയ തോന്നിയിട്ടായിരിക്കണം എന്ന് എൻ്റെ കൂടെ വന്നു. ഒരു സിനിമയിൽ വർക്ക് ചെയ്തോളൂ, അത് കഴിഞ്ഞിട്ട്. അപ്പം എനിക്കും അതിൽ കൂടുതലൊന്നും താല്പര്യമൊന്നുമില്ല. ഞാൻ ഒരു സിനിമ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് അടുത്ത് നിന്ന് കാണാം എന്നുള്ളതായിരുന്നു അട്രാക്ഷൻ. അങ്ങനെ സാമ്പത്തികമായിട്ടും ഒരു മെച്ചൊന്നും ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ആണ് അദ്ദേഹത്തിനോടൊപ്പം പ്രാദേശിക വാർത്തകൾ എന്ന് പറഞ്ഞ സിനിമയിലാണ്. 90കളുടെ സമയമായിരിക്കും അത് 89 ഓഗസ്റ്റ് 3 ഞാൻ സാറിൻ്റെ കൂടെ ജോയിൻ ചെയ്തത്. പക്ഷെ ആ സിനിമ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് എൻ്റെ സ്ഥലം. കാരണം മറ്റ് ആളുകൾ സിനിമയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും ഇപ്പോൾ എന്നോട് പുതിയ ചെറുപ്പക്കാരൊക്കെ വന്നിട്ട്, പിള്ളേർ വന്നിട്ട് പറയും സിനിമയാണ് ഞങ്ങളുടെ പാഷൻ. സിനിമ എനിക്കത് മനസ്സിലായിട്ടേ ഇല്ല. നിങ്ങൾക്കറിയാത്ത ഒരു സാധനം എങ്ങനെ നിങ്ങളുടെ പാഷനാവും? നിങ്ങൾ കണ്ടിട്ടുണ്ട് സിനിമ എന്നല്ലാതെ. അതിപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരും സിനിമകൾ കാണുന്നുണ്ട്. അത് ഇപ്പം ഇങ്ങനെ ഒരു പാഷൻ, അതാണ് നിങ്ങളുടെ വർക്ക് ചെയ്തപ്പോഴാണ് അതാണ് നമ്മുടെ പാഷൻ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പം അങ്ങനെ സാറിൻ്റെ കൂടെ ആ പടം കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഇനി വേറെ എവിടെയും നോക്കണ്ട, എൻ്റെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. അപ്പം അടുത്ത സിനിമ പാവം രാജകുമാരനായിരുന്നു. അതിൻ്റെ സെറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ദുബായിക്കുള്ള വിസ വന്നു. അങ്ങനെ ഫാദർ അപ്പച്ചൻ അവിടെ വന്നു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, എൻ്റെ ജോലി ഇതാണെന്ന് ഞാൻ കണ്ടെത്തി, ഇനി വേറെ ജോലിയൊന്നും വേണ്ട. അപ്പോൾ വീട്ടിലുള്ളവർക്ക് ഒട്ടും സംതൃപ്തി ആയിട്ടുണ്ടാവില്ല. ഇല്ല. അപ്പം അപ്പച്ചൻ കമൽ സാറിനെ പോയി കണ്ടു. പക്ഷെ അന്ന് കമൽ സാറ് പറഞ്ഞൊരു വാചകമാണ് ഞാൻ പിന്നെ സിനിമയിൽ തുടരാൻ കാരണം നമ്മൾ എത്ര വേണ്ടെന്നൊക്കെ പറഞ്ഞാലും അന്ന് പാരൻസിനെ ധിക്കരിച്ചിട്ട് ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ കാലത്ത് പ്രത്യേകിച്ച്. അപ്പോൾ അപ്പച്ചൻ കമൽ സാറിനെ കണ്ടപ്പോൾ കമൽ സാറ് പറഞ്ഞു അവനിവിടെ നിന്നോട്ടെ പക്ഷേ അവനിവിടെ ഒരു ഫ്യൂച്ചറുണ്ട്, അവൻ നന്നായിക്കോളും, അവനെക്കുറിച്ച് ബേജാറാവുണ്ടാന്ന്. അങ്ങനെ അപ്പച്ചൻ ഒന്നും മിണ്ടാതെ തിരിച്ചു പോയി. ഞാൻ സിനിമയിൽ കണ്ടിന്യൂ ചെയ്തു. അത് കുറേ കാലം 9 വർഷം കമൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു. അതിന് ശേഷമാണ് സംവിധാനം ചെയ്യുന്നത്. ഒരു മറുവത്തൂർ കനവാണ് ആദ്യത്തെ. അതെ. അതിലേക്ക് എങ്ങനെ വരാനുണ്ടായിരുന്നത്? അത് നേരത്തെ തന്നെ അതിൻ്റെയൊക്കെ ഒരു തിരക്കഥൊക്കെ മനസ്സിൽ കണ്ടിരുന്നു അതോ? ഇല്ല. ഞാൻ ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് കമൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഞാനൊരു ലാസ്റ്റ് അസിസ്റ്റൻറ്റോ അതിന് തൊട്ടും ഒരു അസിസ്റ്റൻ്റൊക്കെയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മാതിരി ലൈഫിനെ കുറിച്ചൊന്നും പ്ലാൻ ചെയ്യാത്തതുകൊണ്ടും എനിക്ക് പരാതികളൊന്നുമില്ല. വീട്ടിൽ ചെന്നാൽ ചോറ് കിട്ടും, അച്ഛനമ്മയും ടീച്ചേഴ്സാണ്. അവർ മരിക്കുന്നത് വരെ ഭക്ഷണം കിട്ടുന്ന ഉറപ്പാണ്, കാരണം അവർക്ക് പെൻഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഫൈനാൻഷ്യൽ ഏണിങ്സിനെ കുറിച്ചോ പൈസ സ്വരുക്കൂട്ടി വെക്കണമെന്നോ എൻ്റെ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് പണം ഉണ്ടാക്കണമെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കാത്ത ഒരാളായിരുന്നു. അപ്പം എൻ്റെ ഈ പോക്ക് കണ്ടപ്പോൾ അമ്മയ്ക്കും തോന്നി ഇവൻ ലൈഫിൽ എവിടെ എത്താൻ പോകണില്ല,
ഒരു വേറൊരു തരം ഡിസിപ്ലിനും ഇല്ല. ഇപ്പം ഇങ്ങനെ ഒരു ഒഴുക്കിലിങ്ങനെ പോണ ഒരു മരത്തടി പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. താൻ തോന്നി എന്നൊക്കെ പറഞ്ഞു. താൻ തോന്നിയെന്ന് ആണ് അമ്മ വിളിക്കുന്നത് തന്നെ. അപ്പോൾ അമ്മയുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു ലീന എന്ന് പറഞ്ഞിട്ട്. അപ്പച്ചൻ്റെ ഫ്രണ്ടിൻ്റെ മകളാണ്, അമ്മയുടെ പ്രിയപ്പെട്ട സ്റ്റുഡൻ്റ് ആയിരുന്നു. അങ്ങനെ അവളപ്പോൾ ഒറ്റപ്പാലം LSN ഗവൺമെൻറ്റിൽ ടീച്ചറായിട്ട് ജോലി കിട്ടിയ അവൾക്ക്. അപ്പോൾ ആ സമയത്ത് ഇവർ രണ്ട് കൂട്ടരും വീട്ടുകാർ കൂടി ആലോചിച്ച് വിവാഹമേ വേണ്ട എന്ന് വിചാരിച്ചിരുന്ന ഞാനാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഏറ്റവും അധികം കല്യാണം കഴിച്ചത്. 26-ാം വയസ്സിൽ കല്യാണം കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കമൽ സാറിൻ്റെ സിനിമകളുടെ ഇടയിലൊരു ഇടവേള ഉണ്ടായപ്പോൾ ആ സമയത്ത് ഞാൻ പുറത്ത് മറ്റ് ഡയറക്ടേഴ്സിൻ്റെ കൂടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പൈസ കൂടുതൽ, ശമ്പളം കൂടുതലുണ്ട് ഈ അസോസിയേറ്റ് ഡയറക്ടർ. അപ്പോൾ അതിൽ ഞാൻ ഹാപ്പിയാണ് വെച്ചാൽ അതിന് മുമ്പ് വളരെ കുഴപ്പമായിരുന്നു. ഈ ഭാര്യയുടെ ശമ്പളം കൊണ്ടാണ് നമ്മൾ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും ചെയ്തുകൊണ്ടിരുന്നത്. ഒട്ടും അട്രാക്റ്റീവ് ആയിരുന്നില്ലല്ലോ അന്നത്തെ ഒരു വരുമാനം. അല്ല, അത് അട്രാക്റ്റീവ് ആണോ എന്ന് ഒന്ന് ആലോചിച്ചോളൂ. അതായത് കമൽ സാറിൻ്റെ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് അന്ന് 3000 രൂപ കിട്ടുക. ഒരു വർഷം അദ്ദേഹം ഭയങ്കര തിരക്കുള്ള ആളായതുകൊണ്ടാണ് ഒരു വർഷം 2 സിനിമ ചെയ്യും. അപ്പം എൻ്റെ വാർഷിക വരുമാനം 6000 രൂപയാണ്. അപ്പോൾ അത് നമ്മളുടെ അങ്ങോട്ട് ഇങ്ങോട്ടുമുള്ള യാത്രകൾക്കും ചില്ലറ ആവശ്യങ്ങൾക്കും ഒക്കെ കൊണ്ടത് തീരും. അപ്പോൾ ആ സമയത്ത് അസോസിയേറ്റഡ് പ്രൊമോഷൻ കിട്ടിയപ്പോൾ കുറച്ചുകൂടി കൂടുതൽ പൈസ കിട്ടാൻ തുടങ്ങി. ആ സമയത്താണ് ഈ ഞാൻ വധു ഡോക്ടറാണെന്ന് പറഞ്ഞൊരു സിനിമയിൽ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പടത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സാണ് അവരുടെ കമ്പനിയുടെ അടുത്ത പടം എന്നോട് ഡയറക്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചത്. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു, കാരണം അപ്പോഴേക്കും എനിക്കൊരു കൊച്ചായിരുന്നു, മകളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ മര്യാദയ്ക്ക് ഞാൻ ജീവിച്ചു പോകുന്നുണ്ട്, ഇത്തിരി വരുമാനം വർധനവൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു സിനിമ ചെയ്താൽ നമ്മൾ ഈ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണ പോലെ ഈ സിനിമ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ജോലിയും കിട്ടില്ല, അതും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, വല്ല ശ്രീനിവാസൻ്റെയോ ലോഹിതദാസിൻ്റെയോ MTയുടെയോ ഒക്കെ സ്ക്രിപ്റ്റ് കിട്ടുകയാണെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ ഞാനില്ല ഈ പരിപാടിക്ക്. ആ സിനിമയിൽ ശ്രീനേട്ടൻ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ വൈകുന്നേരം ശ്രീനേട്ടനായിട്ട് കൂടിയ സമയത്ത് ഇവർ പറഞ്ഞു, ഞങ്ങളുടെ കമ്പനിയുടെ അടുത്ത പടത്തിന് ശ്രീനേട്ടൻ്റെ സ്ക്രിപ്റ്റ് തരുമെന്ന്. അപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു, നിങ്ങളെൻ്റെ ഫ്രണ്ട്സാണ്, പക്ഷേ ഒരു സിനിമ എഴുതണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ സംവിധായകൻ ആരാണെന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, ഈ സിനിമയിലെ അസോസിയേറ്റ് ഡയറക്ടർ ലാൽ ജോസിനെയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു, ഓ ലാലു ആണോ, ലാലു ആണെങ്കിൽ ഞാൻ എഴുതാം, അവന് പറ്റും. ആ ഒരു വാക്കാണ് അപ്പോൾ ഞാൻ സംവിധായകനായേക്കാം എന്ന് തീരുമാനിക്കാൻ കാരണം. ചില നിമിത്തങ്ങളാണല്ലോ. അതെ അതെ. അന്ന് ശ്രീനേട്ടൻ്റെ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് മലയാളത്തിലെ മെയിൻ സ്ട്രീം ഡയറക്ടേഴ്സ് മുഴുവൻ ക്യൂ നിൽക്കുന്ന കാലത്ത് അദ്ദേഹം ഇങ്ങോട്ട് പറയാണ്, ലാലുവാണ് ഡയറക്ടറെങ്കിൽ ഞാൻ എഴുതാമെന്ന്. അപ്പോൾ അത് അദ്ദേഹത്തിന് എന്നിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെന്നുള്ളത് തന്നെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു അറിവായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ എന്നിൽ വിശ്വസിക്കാതിരിക്കണം, അതായിരുന്നു ഒരു. അങ്ങനെയാണ് നമ്മൾ സിനിമ ചെയ്യണം. അപ്പോൾ ശ്രീനേട്ടൻ്റെ ഒരു വാക്കാണ്. അതിനുശേഷം ശ്രീനേട്ടനുമായിട്ട് 2 വർഷത്തോളം കറങ്ങി നടന്നിട്ടാണ് മറവത്തൂർ കനവിലേക്ക് എത്തുന്നത്. ഞങ്ങൾ 100 കണക്കിന് കഥകൾ ആലോചിച്ച് പലതും ഈ പകുതി കത്തിയ ബീഡിക്കുറ്റികൾ പോലെ ഇങ്ങനെ കഥകളിങ്ങനെ ചുറ്റും ചെതറി കിടക്കുകയായിരുന്നു. പക്ഷേ അവസാനം മമ്മൂക്ക ആ പ്രോജക്റ്റിലേക്ക് വരുമ്പോഴാണ് അതൊരു പ്രോജക്റ്റ് ആവുന്നത്. കാരണം ഞങ്ങൾക്ക് അതിനു മുമ്പ് ആരോടും സമാധാനം ബോധിപ്പിക്കാനൊന്നുമില്ല. കാരണം ഞങ്ങൾക്കൊരു നല്ല കഥ കിട്ടിയാൽ അതിന് പറ്റിയൊരു ആർട്ടിസ്റ്റിനെ കണ്ടിട്ട് അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് ലേസി ലൈനിൽ ആയിരുന്നു. പക്ഷേ ഉദ്യാനപാലകൻ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഞാനപ്പോൾ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മമ്മൂക്ക ചോദിച്ചു, നീയും ശ്രീനിയായിട്ട് എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന് കേട്ടല്ലോ, എന്താ ഇത്? അപ്പോൾ അവന് കഥകൾ ആലോചിക്കുന്നുണ്ട്, ആരാ നായകൻ? ഞാൻ നായകനെന്ന് തീരുമാനിച്ചിട്ടില്ല, കഥ കിട്ടിയിട്ട് അതിലെ ക്യാരക്ടറിന് പറ്റുന്ന ഒരാളെ അപ്രോച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മമ്മൂക്ക ബ്ലണ്ടായിട്ട് പറഞ്ഞു, ആ നിൻ്റെ കിട്ടുന്ന കഥയിലെ നായകൻ എൻ്റെ ചായ ആണെങ്കിൽ ഞാൻ അഭിനയിക്കാം. അതൊരു ഭയങ്കര ഓഫറാണ്. പക്ഷെ ഞാൻ അപ്പോഴത്തെ ഒരു ഇൻസ്റ്റിങ്ക്റ്റിൽ ഞാൻ പറഞ്ഞു വേണ്ടെന്നു. ഞാൻ വേണ്ട, ഞാനൊരു സിനിമ ആദ്യം ചെയ്യട്ടെ. എന്നുവെച്ചാൽ അദ്ദേഹത്തിന് അടുത്ത് എനിക്ക് അത്രയും ഫ്രീഡം ഉണ്ട്, ഞാനെല്ലാം അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്.
ഞാൻ പറഞ്ഞാൽ എനിക്കൊരു സിനിമ ചെയ്യാൻ പറ്റുമോ ഡയറക്റ്റ് ചെയ്യാൻ അറിയുമോ എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാനൊരു സിനിമ ചെയ്തിട്ട് അത് ഓക്കെ ആവുകയാണെങ്കിൽ അപ്പോൾ ഞാൻ മമ്മൂക്കയുടെ അടുത്ത പടത്തിന് ഞാൻ മമ്മൂക്കയുടെ അടുത്ത് വരാം, അപ്പം എനിക്ക് ഡേറ്റ് തന്നാൽ മതി. അപ്പോൾ മമ്മൂക്ക ഞെട്ടിപ്പോയി. കാരണം മമ്മൂക്ക ഒരാൾക്ക് ഡയറക്റ്റ് ഡേറ്റ് ഓഫർ ചെയ്തിട്ട് വേണ്ടാന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞു അതൊന്നുമില്ല, ആദ്യത്തെ പടത്തിനാണെങ്കിൽ ഡേറ്റ് വരും, അല്ലെങ്കിൽ ഡേറ്റ് ഇല്ല നിനക്ക് തന്നു, നിനക്ക് ജീവിതത്തിൽ ഡേറ്റ് ഇല്ല എന്ന്. ഞാനതൊക്കെ തമാശ ഏറ്റെടുത്തുള്ളൂ. ഞാൻ അത് മമ്മൂക്കാന്നുള്ള വ്യക്തിയുടെ ഒരു പാഷൻ അത് ഭയങ്കര അല്ലേ. എത്ര ഒരു പിന്നെ ഒരു തിരക്കഥ പിറവി വരുന്നതിന് മുമ്പ് തന്നെ അതിലങ്ങോട്ട് ഓഫർ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അല്ലേ അല്ല, അവർ 40-50 വർഷം ഇവിടെ നിലനിന്നത് അവരത്ര കെയർഫുള്ളായിട്ട് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ വാച്ച് ചെയ്തിരുന്നു. ആ ഒബ്സർവേഷൻ കൊണ്ടാണ് അവർ അന്ന് സിനിമയിലുള്ള ഒരുവിധം എല്ലാ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിനെയും മമ്മൂക്കയ്ക്ക് അറിയാം. അവരെയൊക്കെ പുള്ളി വാച്ച് ചെയ്തിട്ടുണ്ട്. എന്താണോ ഓരോരുത്തരുടെയും കാലിബർ എന്നുള്ളത് പുള്ളി വാച്ച് ചെയ്തിട്ടുണ്ട്. ആർക്കൊക്കെയാണ് സാധ്യത, ഫ്യൂച്ചർ ഉള്ള ആൾക്കാർ ആരൊക്കെയാണ് അവർ നോട്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അവരുടെ മൂവ്മെൻറ്റ്സൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ അലേർട്ടായി നിന്നതുകൊണ്ടാണ് എത്രയോ ആളുകൾ വന്നും പോയും ഇരുന്ന് ഒരു സ്ഥലത്ത് അവർ 40-45 വർഷം അല്ല, ഇപ്പോഴും അവർ തന്നെ പ്രധാന സ്ഥാനത്ത് അവർ തന്നെയാണല്ലോ. പുതിയ ടീമിനെ ഒക്കെ ചേർത്ത് പിടിച്ചിട്ടാണല്ലോ പോകുന്നത്. അത് അങ്ങനെയുള്ളവർക്കുള്ളതാണ് സിനിമ. അപ്പോൾ പിന്നെ ആ സിനിമയുടെ ഒരു ഈ ലോകം പിന്നെ ആദ്യത്തെ ഇത് കഴിഞ്ഞു, പിന്നീടുള്ള സിനിമകളിലേക്കൊക്കെ വരുമ്പോൾ ഓരോന്നിനും ഒരു സിഗ്നേച്ചർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതെങ്ങനെ അങ്ങനെ കഴിഞ്ഞു എന്നുള്ളത്. കാരണം നമ്മളിപ്പോൾ മറ്റുള്ളതൊക്കെ ഇപ്പോൾ കമലിൻ്റെത് എടുത്തു കഴിഞ്ഞാലും മറ്റുള്ള ജോഷി എടുത്തു കഴിഞ്ഞാലും അതല്ലെങ്കിൽ സത്യൻ്റെ പടങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഒക്കെ അതിനൊക്കെ ഒരു കൃത്യമായ ഒരു ഇതുണ്ട്, ഫ്ലോ ഉണ്ട്. ഫ്ലോ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള യോണറുണ്ട്. പക്ഷേ ലാൽ ജോസ് ഒക്കെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഗതികളെടുത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പിന്നെ ആവിഷ്കാരം കൊടുത്ത് അതെങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റി എന്നുള്ളതാണ്. അല്ല, ഇതിൽ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വാരി പിടിച്ച സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു കുറച്ച് ലേഡ് ബാക്ക് ആയിട്ടുള്ള ആളാണ്. ഒരു സിനിമ കഴിഞ്ഞാൽ പിന്നെ കുറേ എൻ്റെ യാത്രകൾ, എൻ്റെ വായന, അത് കഴിഞ്ഞ് കടം ആയി തുടങ്ങുമ്പോഴാണ് അടുത്ത പടത്തിന്. അപ്പോൾ എപ്പോഴും ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് ഞാൻ ചെയ്തിട്ടില്ലാത്ത തരം ഒരു കഥ, അത് മാത്രമാണ് എന്നെ ഇതെനിക്ക് ചെയ്തേ പറ്റും, ഇതെനിക്ക് ഉടനെ ചെയ്യണമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കഥ കേൾക്കുമ്പോഴാണ് ഞാൻ വീണ്ടും ഈ സിനിമ ചെയ്യുന്ന പ്രോസസ്സിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ മുൻപ് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കഥ ആണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടായിരിക്കും എനിക്ക് കുറച്ചൊക്കെ. പക്ഷേ നിങ്ങളുടെ നേച്ചർ, നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾ വളർന്ന സാഹചര്യങ്ങൾ, അതൊക്കെ നിങ്ങളുടെ സിനിമയിൽ നിങ്ങൾ എത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് തപ്പിപ്പോയാലും അത് സിനിമ ചെയ്യുമ്പോൾ അറിയാണ്ട് ഇതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻസ് അതിൽ വരും. അപ്പോൾ ഞാനിപ്പോൾ 27 സിനിമയാണ് ചെയ്തത്. 27 സിനിമകൾ കഴിയുമ്പോൾ അറിയാണ്ട് നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി ഈ സിനിമകളിൽ ഇങ്ങനെ ഉണ്ടാവും. നമ്മളറിയാതെ നമ്മൾ ഉപയോഗിക്കുന്ന ചില മെറ്റഫേഴ്സൊക്കെ നമ്മളെ പിടികൊടുക്കും. ഇയാൾ എങ്ങനത്തെ ആളാണെന്നുള്ളത് ഒരു ഡയറക്ടറുടെ ഒരു 10 സിനിമ തുടർച്ചയായി കണ്ടു കഴിഞ്ഞാൽ ആ ഡയറക്ടറുടെ ക്യാരക്ടർ മനസ്സിലാവും. അപ്പോൾ പക്ഷേ അതിൻ്റെ ഉള്ളിലും ആ പ്രമേയ വൈവിധ്യങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ ഓവറോൾ അതിൻ്റെ ചേരുവകളിലൊക്കെ ഒരു ഡിഫറെൻറ്റ് സ്വഭാവം കീപ്പ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. അത് എനിക്ക് എന്നെ സഹായിച്ചിട്ടുള്ള കുറച്ചൊക്കെ എൻ്റെ വായനയാണ്. നമ്മളിപ്പോൾ ഒരു വായനയ്ക്ക് ആദ്യത്തെ അങ്ങനെ റാൻഡമായിട്ട് എടുത്ത് വായിക്കുന്ന ഒരു കാലം കഴിഞ്ഞിട്ട് പിന്നെ റൈറ്റർ ആരാണ്, എന്താണ് അതിൻ്റെ വിഷയം എന്നൊക്കെ നോക്കിയിട്ട് വായിക്കാൻ തുടങ്ങുന്ന ഒരു കാലം വരും. അപ്പോൾ ആ കാലത്ത് നമുക്കറിയാമല്ലോ, നമ്മളൊരു ബുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലത്തെ ഒരു കഥ മുമ്പ് വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതേ പശ്ചാത്തലത്തിലുള്ള വേറൊരു കഥ വായിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് വേണ്ട, അത് പിന്നെ നോക്കാം. നമ്മൾ വായിക്കാത്ത, നമ്മൾ കേട്ടിട്ടില്ലാത്ത ഏത് ബുക്കാണുള്ളതെന്നാണ് നമ്മൾ നോക്കുക. അപ്പോൾ അത് തന്നെയാണ് ആയിരിക്കുമല്ലോ ഒരു സിനിമ ചൂസ് ചെയ്യുന്ന ഒരാളും ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഒരു മീശമാധവൻ എന്ന് പറഞ്ഞൊരു സിനിമ കഴിഞ്ഞിട്ട് വീണ്ടും അത് ഭയങ്കര ഹിറ്റാണ്. അപ്പോൾ അടുത്ത സിനിമ മീശമാധവൻ പോലെ തന്നെ ഒരു കഥ എന്ന് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ പല ഡയറക്ടേഴ്സിനും പറ്റിയത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കാലത്ത് ഒരു സിനിമ ഹിറ്റാവുമ്പോൾ അതേ ടൈപ്പ് സിനിമകൾ തുടർച്ചയായിട്ട് ചെയ്യും. അവർ പെട്ടെന്ന് അപ്രസക്തരായി പോകും. അപ്പോൾ അതും എന്നെ
അത് ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞിട്ടുണ്ടാവും. പണി കൂടുതലാണ്. ഓരോ തവണയും പുതിയ ഒരു അതുവരെ പറഞ്ഞിട്ടില്ലാത്ത ഒരു കഥ കണ്ടെത്തണം. എന്നിട്ട് അതിൽ ആളുകൾക്ക് താല്പര്യം ഉണ്ടാക്കണം. അതേസമയം തുടർച്ചയായിട്ട് ഒരു സീസണിൽ വന്നുകൊണ്ടിരിക്കുന്ന സിനിമയുടെ പാറ്റേണിലുള്ള ഒരു സിനിമയാണെങ്കിൽ അത് അതിൻ്റെ കൂടെ പോയിക്കോളും. പക്ഷേ ഇത് ഒഴുക്കിന് എതിരെ പോകുമ്പോൾ സ്ട്രെയിൻ കൂടുതലുണ്ടാവും. പക്ഷേ ഈ കലാമൂല്യവും പിന്നെ ചേർക്കണം. അതോടൊപ്പം തന്നെയാണ് ഈ കമേഴ്ഷ്യൽ എലമെൻസുകൾ ഉണ്ടാവില്ല. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഇതിന് മുടക്കുന്നൊരു മനുഷ്യൻ പ്രയാസപ്പെടരുത് എന്നുള്ള ചിന്ത കൂടെയുണ്ട്. അത് രണ്ടിനെയും സമന്വയിപ്പിക്കാൻ സാധിച്ചിടത്താണ് ലാൽ ജോസിൻ്റെ പടങ്ങൾ എനിക്ക് തോന്നുന്നു കൂടുതൽ അടയാളപ്പെട്ടത്. അത് രണ്ടും വേണമെന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരുന്നോ ഓരോ ചിത്രങ്ങളെയും സമീപിച്ചിരുന്നത്? തീർച്ചയായിട്ടും ഈ കാണാൻ പ്രേക്ഷകരില്ലാത്ത ഒരു തിയേറ്റർ എന്നുള്ളത് ഒരു സംവിധായകൻ്റെ ഏറ്റവും വലിയ നൈറ്റ്മെയർ ആയിരിക്കും. ഞാൻ കയ്യടി ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളാണ്. ഞാനൊരു ആസ്വാദകനാണ്. കാണാൻ ആളില്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന എന്തും നിഷ്പ്രയോജനമായ കാര്യമാണ്, അല്ലെങ്കിൽ നിഷ്ഫലമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ തിയേറ്ററിൽ ആളുണ്ടാവണം എന്നുള്ളത് മസ്റ്റാണ്. സിനിമയുടെ അവസാനം ആളുകൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ടേക്ക് അവേ തിങ് ആ സിനിമ കൊടുക്കണമെന്നും എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ കമേഴ്ഷ്യൽ സക്സസ്സിന് വേണ്ടിയിട്ട് അതാത് കാലത്തെ കമേഴ്ഷ്യൽ ചേരുവകൾ ഒന്നും ഞാൻ ചേർക്കാൻ നിന്നിട്ടില്ല. ഞാൻ സിനിമയുടെ കമേഴ്ഷ്യൽ ആക്സെപ്റ്റൻസിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്ന ആളുകളുടെ മനസ്സിന് തൊടണം. ആളുകൾക്ക് ആ സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഇത് എൻ്റെയും കൂടിയും കഥയായിരുന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ടല്ലോ എന്നൊക്കെ തോന്നുന്ന അവരുടെ വിധത്തിൽ അവരുടെ മനസ്സിനെ തൊടുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ സിനിമകളുടെ ഒരു കമേഴ്ഷ്യൽ വാല്യൂ ആയിട്ട് കണ്ടിരുന്നത്. ഫസ്റ്റ് ഹാഫിൽ 2 ഫൈറ്റ് വേണം, സെക്കൻഡ് ഹാഫിൽ 2 ഫൈറ്റ് വേണം എന്ന് പറഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പാട്ടാണ് നമ്മുടെ സിനിമയിൽ അതെല്ലാം സ്വാഭാവികമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഉണ്ടാവും, അല്ലെങ്കിൽ വേർപെടുത്താൻ കഴിയില്ല. കഥയുമായിട്ട് ബ്ലെൻഡഡ് ആയിട്ട് അതൊക്കെ വരുന്നുണ്ടെങ്കിൽ വരുന്നല്ലാതെ നമ്മൾ ഈ സിനിമ കമേഴ്ഷ്യലായിട്ട് വിജയിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങൾ ആഡ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എല്ലാ കാലത്തും പ്രേക്ഷകൻ്റെ മനസ്സിനെ സ്വാധീനിക്കുക എന്നുള്ളത് മാത്രമേ വിജയിക്കാനൊരു മാർഗമുള്ളൂ. ഇപ്പോൾ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ടുള്ള മീശമാധവൻ, പക്ഷേ ക്ലാസ്മേറ്റ് പടം എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു വലിയൊരു കൾച്ചറൽ എക്സ്പ്ലോഷൻ കൂടെ കേരളത്തിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം അതുവരെ ഇല്ലാത്ത വിധത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മകൾ, അത് ക്ലാസ് തലത്തിൽ, കോളേജ് തലത്തിൽ ഒരു വലിയ തരംഗമായിട്ട് അതൊക്കെ മാറി. ആ ഒരു പടമൊക്കെ ഈ സ്വഭാവത്തിൽ ആളുകൾ സ്വീകരിക്കപ്പെടും എന്ന് അന്ന് എങ്ങനെ മനസ്സിൽ തോന്നി എന്നുള്ളത്? അവിടെ അമ്മ വിളിക്കാറുള്ള താൻ തോന്നി എന്നുള്ള പ്രയോഗം തന്നെ എടുക്കുക നല്ലത്. കാരണം ഞാൻ ഈ ആളുകൾക്ക് മുഴുവൻ ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല സിനിമ ചെയ്യുന്നത്. എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഒരു കഥ, ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടൊരു കഥ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ നമ്മളത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. എനിക്കിഷ്ടപ്പെടാത്തൊരു കാര്യം ഇത് നാട്ടുകാർക്ക് ഇഷ്ടമായിക്കോളും, എനിക്കിഷ്ടമല്ല പക്ഷെ നാട്ടുകാർക്ക് ഇഷ്ടമായിക്കോളും എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ കഴിയില്ല. ഞാൻ ആസ്വദിച്ച് ചെയ്ത സിനിമകളാണ് ആ വിജയിച്ച സിനിമകളൊക്കെ. അപ്പോൾ നമ്മൾ ആസ്വദിക്കുമ്പോൾ നമ്മളുടെ അതേ മൈൻഡ് സെറ്റുള്ള നമ്മളുടെ ചിന്തകളുമായിട്ട് നേർരേഖയിലുള്ള ആളുകൾക്കൊക്കെ അത് ഇഷ്ടവും. അപ്പോൾ സ്വാഭാവികമായിട്ട് കൂടുതൽ ആളുകളിലേക്ക് അത് എത്തും. ചില സിനിമകൾ നമ്മളുടെ ടേസ്റ്റുമായിട്ട് ആളുകൾക്ക് ചേരാൻ പറ്റാണ്ടാകുമ്പോൾ അത് വിജയിക്കൂല. കാരണം ഒരു നൊസ്റ്റാൾജിക് ഇതാണെങ്കിൽ ഒരു തലമുറയെ, ഒരു വിഭാഗത്തെ മാത്രമേ അത് ആകർഷിക്കുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിൻ്റെ ക്യാൻവാസും വിപുലപ്പെടുത്താൻ പറ്റിയതുള്ളൂ. അല്ല, ക്ലാസ്മേറ്റ്സിൻ്റെ ഒക്കെ സംഭവിച്ചൊരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 90s-ലും 80s-ലും ഒക്കെയുള്ള ക്യാമ്പസ് ഒരേ സ്വഭാവമുള്ളതായിരുന്നു. എത്ര 80s-ലെയും 90s-ലെയും ക്യാമ്പസിനൊക്കെ ഒരു പൊതു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ആ സിനിമ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. കാരണം അവരുടെ ക്യാമ്പസ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ചിലത്തെ കാലാധിപത്യാന്നൊക്കെ പറയില്ല, ഇപ്പോഴും പിന്നെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അത് ഈ കാലത്തും എവിടേക്കോ അവരെ എന്തൊക്കെ അവരെ ടച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള അത് തന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ 15 വർഷം കഴിഞ്ഞു ക്ലാസ്മേറ്റ്സ് ഇറങ്ങിയിട്ട്. അപ്പോൾ 15 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അടുത്ത തലമുറയിലുള്ള ആൾക്കാർക്കും ക്ലാസ്മേറ്റ്സ് ഇഷ്ടമാണ്. അപ്പോൾ അത് ഈ ക്യാമ്പസ് ലൈഫ് മാത്രമല്ല, അതിൻ്റെ ഉള്ള ഒരു വൈകാരിക
ആയിട്ടുള്ള ചില റിലേഷൻഷിപ്പുകളുടെയൊക്കെ ഡീറ്റെയിലിംഗ് ഒക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അത് നിലവിലുള്ള പിന്നെ നടീനടന്മാരെ മാത്രമല്ല, ഒരുപാട് ഇപ്പം പ്രത്യേകിച്ച് നായികാ പ്രാധാന്യമുള്ള റോളിലൊക്കെ കാവ്യ മാധവൻ ഉൾപ്പെടെ ഒരുപാട് പേരെ പിന്നെ കൊണ്ടുവരാനും അത്തരം ആളുകളെ വെച്ചുകൊണ്ട് ആ സിനിമയെ വലിയ തോതിൽ നമ്മൾ വിചാരിക്കുന്ന പ്രൊജക്റ്റിനെ ഏറ്റവും നന്നായിട്ട് വിജയിപ്പിച്ചെടുക്കാനും സാധിച്ചു എന്നതുകൂടി ലാൽ ജോസിൻ്റെ വലിയ നേട്ടമായിട്ട് ഞാൻ കാണുകയാണ്. അപ്പോൾ അതെങ്ങനെയായിരുന്നു ഇപ്പം സാധാരണ രീതിയിലൊരു കഥയും ഒരു സിനിമയൊക്കെ രൂപപ്പെടുത്തുമ്പോൾ നമ്മുടെ മുമ്പിൽ ചില ആളുകളുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മമ്മൂട്ടി ആണ് യോജ്യം എന്നുള്ളത്. ഇത് പുതിയ ആളുകളെ കൊണ്ടുവരികയാണ്. ആ പരീക്ഷണത്തിലേക്ക് ഒരുപാട് നായകന്മാരെ മലയാളത്തിന് കിട്ടുകയാണ്. ആ സെലക്റ്റീവ് പ്രോസസ്സിനെ നേരത്തെ തന്നെ അങ്ങനെ മനസ്സിൽ കണ്ടോ? ഒരു ഫ്രഷ്നെസ് വേണ്ടി വരും, അതിന് ഇതായിരിക്കും നല്ലതെന്ന് തോന്നിയോ? അങ്ങനെയല്ല, എൻ്റെ ഒരു കാസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഞാനൊരു കഥ കേൾക്കുകയും പിന്നെ അതിൻ്റെ ഒരു തിരക്കഥ എഴുതുകയും ആ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില മുഖങ്ങൾ ഉണ്ടാവും. ആ നായകൻ ഇങ്ങനെ ആയിരിക്കണം, നായിക ഇങ്ങനെ ആയിരിക്കണം, ഇതായിരിക്കും അവരുടെ ക്യാരക്ടർ. അപ്പോൾ അതിന് പറ്റിയ ആളുകളെയാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നിലവിലുള്ള നടീനടന്മാരിൽ തന്നെ അതിന് പറ്റിയ ആളുകളെയാണ് നോക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഈ നിവൃത്തികേടാണ് പുതിയ കണ്ടെത്തലുകളുടെ കാരണം എന്ന് പറയുന്ന പോലെ. ഇപ്പോൾ എൽസമ്മ എന്ന ആൺകുട്ടിയിൽ നിലവിലുള്ള ഒരു നായികനായിരുന്നു നമ്മൾ ആഗ്രഹിച്ചത്. അവർ ചെന്ന് കണ്ടു സംസാരിച്ചു. അവരൊരു ഭയങ്കര എക്സോബിറ്റൻ്റ് ആയിട്ടുള്ളൊരു എമൗണ്ട് ആവശ്യപ്പെട്ടു, ശമ്പളം. അപ്പോൾ അവരതിന് മുമ്പ് അഭിനയിച്ച സിനിമയുടെ സാലറീനെ ഒരു 4 ഇരട്ടിയാണ് അവർ ചോദിച്ചത്. അപ്പോൾ ഞാനതൊരു അനീതിയാണെന്ന് തോന്നിയതുകൊണ്ട് വേറൊരാളെ നോക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് പുതിയ ആളിലേക്ക് ആൻ അഗസ്റ്റിനിലേക്ക് എത്തുന്നത്. അതുപോലെ മുല്ല എന്ന് പറഞ്ഞ സിനിമയിൽ മീര ജാസ്മിനെ ആയിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അവരെ പോയി കണ്ട് കഥ പറഞ്ഞു. അപ്പോൾ അവർ പിന്നീട് ദിലീപിനോട് പറഞ്ഞു, ലാൽച്ചേട്ടൻ വന്നിട്ട് കഥ പറഞ്ഞു, പക്ഷെ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതുവരെ എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, ഞാൻ നന്നായി കഥ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അതെൻ്റെ ഒരു ഈഗോനെ ഹർട്ട് ചെയ്തു. അവർ പാവം വേറെ എന്തുകൊണ്ട് ചിലപ്പോൾ ഞാൻ അന്ന് മോശമായിട്ടായിരിക്കും കഥ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അത് ഒന്നും കൂടി അവർക്ക് കഥ പറഞ്ഞു കൊടുക്കാനാണ് ദിലീപനോട് പറഞ്ഞത്, ഒന്നുകൂടി അവൾക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. പക്ഷെ അത് ചെറുതായിട്ട് നമ്മളുടെ ഈഗോനെ ഹാർട്ട് ചെയ്ത്. അപ്പോൾ ഞാൻ ഒരു തവണ പറഞ്ഞിട്ട് മനസ്സിലാവാത്തത് പിന്നെ എത്ര തവണ പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ പാട്ട് പാടാൻ അവസരം ചോദിച്ച് വന്നതായിരുന്നു മീര നന്ദനും അമ്മയും. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് നേരം അവളെ നോക്കിയിരുന്നു. മീര തന്നെ പേര്. അപ്പോൾ നീ അഭിനയിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഒരു പറഞ്ഞു ഞാൻ അഭിനയിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്നാൽ നമുക്ക് അഭിനയിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ കാസ്റ്റ് ചെയ്തതാണ്. പക്ഷേ അത് കഴിഞ്ഞ് അപ്പോൾ കാസ്റ്റ് ചെയ്ത് ദിലീപ് അറിഞ്ഞിട്ടില്ല. ദിലീപാണ് നായകൻ. ദിലീപ് പറഞ്ഞു ഇപ്പോൾ നായകനെ കിട്ടിയില്ല, എന്ത് ചെയ്യും, എവിടെയാന്ന്. ഞാൻ മീര അഭിനയിക്കുന്നുണ്ട്. മീര അതെയോ, മീര ഓക്കെ ചെയ്തോ? ആ മീര ഓക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മീര എന്ന് പറയുന്നത് ഒരു പുതിയ പെൺകുട്ടിയാണ്, അവളുടെ പേര് മീര നന്ദൻ എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് പലപ്പോഴും ഈ പുതിയ ആളുകളുടെ കാസ്റ്റിങ്ങിലേക്ക് പല സന്ദർഭങ്ങളിലും അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ചിലത് മാത്രം നമ്മൾ ആ രൂപത്തിലുള്ള ഒരാൾക്ക് വേണ്ടി അന്വേഷിച്ച് നടന്ന് കണ്ടെത്തിയിട്ടുണ്ട്.